ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഡെയിലി ഒരു 5 മുതൽ 10 ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ഡെയിലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന ഒരു സീരീസ് തുടങ്ങുകയാണ്. ഓക്കെ, നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാവും ഒരു 5 മുതൽ 10 ക്വസ്റ്റ്യൻസ് വരെ നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡിഫറൻറ്റ് ഇൻ എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ബാങ്ക് ആൻഡ് ഫുൾ സപ്ലൈ ലെവൽ ഓഫ് എ കനാൽ ഈസ് കോൾഡ്. ഓക്കെ, ഒരു കനാലിൻ്റെ ടോപ്പ് ഓഫ് ബാങ്ക് മുതൽ അതുപോലെ ഫുൾ സപ്ലൈ ലെവൽ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ക്രിട്ടിക്കൽ ഡെപ്ത് ഉണ്ട്, ബാം ഉണ്ട്, ഫ്രീ ബോർഡ് ഉണ്ട്, സ്റ്റോറേജ് ഡെപ്ത് ഉണ്ട്. ഏതാണ് ഇവിടുത്തെ ആൻസർ? ടോപ്പ് ഓഫ് ബാങ്ക് മുതൽ ഫുൾ സപ്ലൈ ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഫ്രീ ബോർഡാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഫ്രീ ബോർഡ് മനസ്സിലായി. ഇനി അടുത്ത് ബാം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാം എന്ന് പറഞ്ഞാൽ കട്ടിങ്ങിൻ്റെ ടോപ്പ് മുതൽ കട്ടിങ്ങിൻ്റെ ടോപ്പ് മുതൽ ഫില്ലിങ്ങിൻ്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? ബാം എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ്? കട്ടിങ്ങിൻ്റെ ടോപ്പ് മുതൽ ഫില്ലിങ്ങിൻ്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ബാം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ മിനിമം സ്പെസിഫിക് എനർജിയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഡെപ്തിനെയാണ് എന്തോന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? മിനിമം സ്പെസിഫിക് എനർജിയിൽ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്തിനെയാണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് ഇംപെർവിയസ് വാൾ ഇൻസൈഡ് ആൻഡ് എർത്ത് ഡാം ടു റെഡ്യൂസ് ദ സീപ്പേജ് ഈസ് കാൾഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ആൻഡ് ഇംപെർവിയസ് വാൾ ഇൻസൈഡ് ആൻഡ് എർത്ത് ഡാം ടു റെഡ്യൂസ് ദ സീപ്പേജ് ഈസ് കാൾഡ്. ഓപ്ഷനിൽ പഗ് വാളുണ്ട്, വിങ് വാളുണ്ട്, ഡയഫ്രം വാളുണ്ട്, കോർ വാളുണ്ട്. ഏതാണ്? എർത്ത് ഡാമിലുള്ള ആ ഒരു വാൾ ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കോർ വാളാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കോർ വാളാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം എർത്തേം ഡാം നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സോയിൽ മെറ്റീരിയൽസ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്തോന്നുണ്ടാക്കുന്നത്? എർത്തേം ഡാം ഉണ്ടാക്കുന്നത്. ഈ എർത്തേം ഡാമിൻ്റെ മറ്റൊരു പേരെന്താണ്? എംബാക്ക്മെൻറ്റ് ഡാം എന്ന് പറയുന്നു. ഓക്കെ, എർത്തേം ഡാമിൻ്റെ മറ്റൊരു പേരെന്താണെടാ? എംബാക്ക്മെൻറ്റ്. ഓക്കെ, എംബാക്ക്മെൻറ്റ് ഡാം എന്ന് എർത്തേം ഡാമിനെ പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇംപെർവിയസ് മെറ്റീരിയലാണ് നമ്മൾ കോർ വാൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ടർ പോർഷൻ ആണെങ്കിലോ എർത്തേം ഡാമിൻ്റെ ഔട്ടർ പോർഷൻ നമ്മൾ മെയ്ഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? പെർമിയബിൾ മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഓക്കെ, ഔട്ടർ പോർഷൻ നമ്മൾ മെയ്ഡ് ചെയ്യുന്നത് പെർമിയബിൾ മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. അതുപോലെ ഈ ഒരു സീപ്പേജ് ലൈൻ, എർത്തേം ഡാമിലുള്ള ആ ഒരു സീപ്പേജ് ലൈൻ എന്താണ് പറയുന്നത്? ഫ്രിയാറ്റിക് ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? ഫ്രിയാറ്റിക് ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എർത്തേം ഡാമിലുള്ള ആ ഒരു സീപ്പേജ് ലൈനിനെ എന്താണെന്ന് പറയുന്നത്? ഫ്രിയാറ്റിക് ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫ്രിയാറ്റിക് ലൈനിൻ്റെ അപ്രോക്സിമേറ്റ് ഷേപ്പ് എന്താണ്? ഈ ഒരു ഫ്രിയാറ്റിക് ലൈനിൻ്റെ അപ്രോക്സിമേറ്റ് ഷേപ്പ് എന്ന് പറയുന്നത് എന്താണെന്നാണ്? പരാബോളയാണ്. ഓക്കെ, പരാബോളയാണ് ഈ ഒരു ഫ്രിയാറ്റിക് ലൈനിൻ്റെ അപ്രോക്സിമേറ്റ് ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പരാബോളയാണ് അവിടെ ആൻസർ. ഓക്കെ, പരാബോളയാണ് ഇവിടുത്തെ പോയിന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൈറ്റ് ഓഫ് ആൻ ഓർഡിനറി റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ആ ഒരു ഓർഡിനറി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണ്? നമുക്കറിയാം. ആൻസർ ഏതാണ്? ഓപ്ഷനിൽ 3 മീറ്റർ ഉണ്ട്, 3.6 മീറ്റർ ഉണ്ട്, 2.1 മീറ്റർ ഉണ്ട്, 4 മീറ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? നമുക്കറിയാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 മീറ്റർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ M20 ഗ്രേഡ് കോൺക്രീറ്റ്. M20 ഗ്രേഡിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ ന്യൂട്ടൺ പെർ mm² ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ 4 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 6 ഉണ്ട്. ഏതാണ് ആൻസർ? M20 ഗ്രേഡിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ന്യൂട്ടൺ പെർ mm² ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, 7 ന്യൂട്ടൺ പെർ mm² ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോർ RCC വർക്ക്. RCC വർക്കിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാണടാ? ഓപ്ഷനിൽ 10 മീറ്റർ ക്യൂബ് ഉണ്ട്, അതുപോലെ 1 ഡെസിമീറ്റർ ക്യൂബ് ഉണ്ട്, 1 മീറ്റർ ക്യൂബ് ഉണ്ട്, 10 ഡെസിമീറ്റർ ക്യൂബ് ഉണ്ട്. ഏതാണ് ആൻസർ? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. RCC വർക്കിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 10 മീറ്റർ ക്യൂബാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ RCCയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണടാ? 10 ഡെസിമീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇനി മെഷറിംഗ് യൂണിറ്റ് ആണെങ്കിലോ? മെഷറിംഗ് യൂണിറ്റ് ഏതാണ്? RCCയുടെ മെഷറിംഗ് യൂണിറ്റ് ഏതാണടാ? മീറ്റർ ക്യൂബാണല്ലേ. മെഷറിംഗ് യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അതുപോലെ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ഡെസിമീറ്റർ ക്യൂബാണ്. ഓക്കെ, 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ഡെസിമീറ്റർ ക്യൂബാണ്. ഓക്കെ, ആ ഒരു പോയിന്റ്സ് കൂടെ
ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the girth of the tree are to be measured at a height above the ground level. ട്രീയുടെ ഗൃത്ത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് മെഷർ ചെയ്യുന്നതെന്നാണ്. ഓപ്ഷനിൽ 1.5 മീറ്റർ ഉണ്ട്, 0.75 മീറ്റർ ഉണ്ട്, 2 മീറ്റർ ഉണ്ട്, 1 മീറ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ് ഇവിടെ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 മീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഗൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ആ ഒരു ട്രീയുടെ ട്രങ്ക് പോർഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു സ്പെസിഫിക് ഹൈറ്റ് എബോവ് ആയിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. ആ ഹൈറ്റാണ് 1 മീറ്റർ. ഓക്കെ, അതിനെയാണ് ഗൃത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.